മുബീൻ നമ്മോടൊപ്പം ചേരുന്നത്. മുബീൻ, ഇപ്പോൾ ലോറിയുടെ അവസ്ഥ ഏതാണ്ട് നമ്മൾ പ്രതീക്ഷയിലും കുറച്ച് അപ്പുറമാണെന്ന് തോന്നുന്നു അല്ലേ? ഏതാണ്ട് പൂർണ്ണമായി തന്നെ ക്യാബിൻ തകർന്നിട്ടുണ്ട്. അതെ അതെ അതെ, ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ ഇതിലാണുള്ളത്. പിന്നെ ബാക്ക് ഭാഗം ബോഡിയുടെ മേൽഭാഗം ഫുള്ള് അമർന്ന് കിടന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബോഡി കിട്ടാനുള്ള ഒരു സാധ്യത വന്നത്. ഇപ്പം ബോഡി ലഭിച്ചു, അർജുൻ്റെ ബോഡി ഇപ്പോൾ ലഭിച്ചു. അത് ഇപ്പോൾ ഫോറൻസിക്കിൻ്റെ ആൾക്കാരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഏതാണ്ട് ലോറി പൂർണ്ണമായി തന്നെ ഉണ്ടോ? എന്താ ഇപ്പോൾ ഞങ്ങൾ പകുതിയാണ് കാണുന്നത്. ബോഡി വാഹനം ഫുൾ നശിച്ചു പോയിട്ടുണ്ട്. ഡീസൽ ടാങ്കിൽ ലീക്ക് ഉണ്ടെന്നല്ലേ? ഇപ്പോൾ അല്ല, ഡീസൽ ടാങ്ക് ഈ വാഹനത്തിന് മുകളിൽ ഇപ്പോൾ നിലവിൽ കാണുന്നില്ല. ഡീസൽ ടാങ്കിന്റെ സ്മെല്ലല്ല, ഇവരിപ്പോൾ ആ ബോഡി എടുത്തപ്പോഴുള്ള ആ ബോഡിന്റെ സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടി ഡീസൽ ഒഴിച്ചതാണ്. ക്ലീൻ ചെയ്യാൻ വേണ്ടി ക്ലീൻ ചെയ്തതിന്റെ സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്. ഏതാണ്ട് മൃതദേഹം നിങ്ങൾ ഈ മൃതദേഹം പുറത്തെടുക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഏതാണ്ട് ജീർണിച്ച അവസ്ഥയിലായിരുന്നു അപ്പോഴേക്കും ഉണ്ടായിരുന്നത്. അതെ, ജീർണിച്ച അവസ്ഥയിലുണ്ടായിരുന്നു. മനാഫിന്റെ സഹോദരനാണ് മുബീൻ. നമ്മോടൊപ്പം സംസാരിച്ചത് കാർവാർ MLA കൂടി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഓക്കെ, കാർവാർ MLA കാണുന്നു എങ്കിൽ ഓക്കെ. എന്തായാലും മനാഫിന്റെ സഹോദരനാണ് മുബീൻ സംസാരിക്കുകയായിരുന്നു. മുബീൻ അടക്കം ഉള്ളവർ, ആ സംഘം, മനാഫിനൊപ്പം ഉള്ളവർ ഈ ദിവസങ്ങൾ അത്രയും അവിടെ നിൽക്കുകയാണ്. എന്തായാലും മുബീനൊക്കെ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷേ മനാഫ് അവിടെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ 72 ദിവസവും മനാഫ് അവിടെ തന്നെ ഉണ്ടായിരുന്നു, എങ്ങോട്ടും പോകാതെ എന്നുള്ള കാര്യം അറിയാം. ആ കാത്തിരിപ്പിനോട് കിട്ടുന്ന മറുപടിയാണ്, ഉത്തരമാണ് അതെന്ന് പറയാം.